ഭയപ്പെടേണ്ട. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഒരു നീലയാമിനിയിൽ ഒഴുകും നിലാവലയിൽ മന്ദം മന്ദം വീശും തെന്നൽ മാലാഖമാരൊത്തു പാടി. രണ്ടായിരത്തി 14 പിറവി തിരുനാളിന് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്ക ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓരോ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ധാരാളം പേർക്ക് സന്തോഷവും സമാധാനവും നൽകിയ ഒരു വർഷമായിരിക്കാം കടന്നു പോകുന്നത്. നേരെ മറിച്ചും കാണാം, ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒരു വർഷമായിരിക്കാം കടന്നുപോയത്. കടന്നുപോയ ഓരോ വർഷങ്ങളെയും നമ്മൾ വിലയിരുത്തുമ്പോൾ സുഖം മാത്രം സമ്മാനിച്ചൊരു വർഷം കാണാൻ സാധ്യതയില്ല. ദുഃഖം മാത്രം സമ്മാനിച്ച ഒരു വർഷങ്ങളും കാണാൻ സാധ്യതയില്ല. ഇനി അങ്ങോട്ടുള്ള നാളുകളും ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് ചിന്തിക്കാനും സാധിക്കില്ല. സുഖദുഃഖങ്ങൾ കൂടി കലർന്നതാണ് മനുഷ്യജീവിതം, നമുക്കറിയാം. 2014 തിരുപ്പിറവിക്ക് വേണ്ടി, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഏതാനും തിരുവചനങ്ങൾ ധ്യാനിച്ച് ആ വചനവുമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് ബന്ധപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നമ്മളെ നമ്മുടെ കുടുംബത്തെയും നയിക്കും. നമുക്കൊരു നിമിഷം ലോകം മുഴുവനെയും കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഈ ഒരു വർഷക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുകയും ഈ ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഈ ക്രിസ്മസ് കൊണ്ടാടാൻ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാളിച്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയും ചെയ്യും. അതിന് നമ്മളെ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി അങ്ങോട്ട് ക്രിസ്മസ് കാർഡുകളുടെയും ക്രിസ്മസ് സന്ദേശങ്ങളുടെയും പെരുമഴക്കാലമാണ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഇത് ആശംസിച്ചതുകൊണ്ട് ഒരു വ്യക്തിക്കെങ്കിലും അതിനാൽ തന്നെ ശാന്തിയോ സമാധാനമോ കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ ചിന്തിച്ചപ്പോഴില്ലെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം 2014 ജനുവരിയിൽ പുതുവർഷ ആശംസകൾ നേർന്ന പലരും, അത് കിട്ടിയ പലരും ഇന്നീ മണ്ണിലില്ല. എന്ത് പറ്റി? അവർ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു പുതുവത്സര ആശംസ, ഒരു പിറവി തിരുനാളിൻ്റെ ആശംസ കിട്ടുമ്പോൾ അതെനിക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമെങ്കിൽ ഈ ആയിരങ്ങൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? എന്നാൽ ഇതിനകത്ത് ശക്തിയില്ലേ? ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈശോ പറയില്ലല്ലോ, നിങ്ങളൊരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ ഈ ഭവനത്തിന് സമാധാനം എന്നാശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. ഇതിനകത്ത് ജീവനുണ്ട്. ഈ ആശംസയ്ക്ക് ഒരു ജീവനുണ്ട്. അപ്പം നമ്മൾ ആശംസിക്കുന്ന ആശംസ അത് ചലനം സൃഷ്ടിക്കാൻ ഇതിൻ്റെ പിന്നിൽ ഒരു പ്രാർത്ഥനയോടുകൂടി, ക്രിസ്മസ് കാർഡാണെങ്കിലും സന്ദേശം അയക്കുമ്പോഴൊരു ഉപരിപ്ലവമായിട്ടുള്ള ചടങ്ങായിട്ടല്ല ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ആശംസിക്കുന്ന ഇതിൽ ഒരാത്മാവുണ്ടാകണം. ഈ ആത്മാവ് ഈ വ്യക്തിയിൽ, ഈ കുടുംബത്തിൽ ചലനം സൃഷ്ടിക്കണം. ഈ ഒരു ചിന്തയോടുകൂടി ആയിരിക്കട്ടെ നമ്മുടെ ഈ വർഷത്തും തുടർന്നുള്ള ആശംസകൾ. അങ്ങനെ ഒരു ആശംസ നേരുമ്പോൾ അത് എന്നിൽ, ഈശോ പറഞ്ഞ വാക്ക്, സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ തിരിച്ചു പോരും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പിറവി തിരുനാളിന് ഒരുക്കമായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 10 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മൾ പിറവി തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള ധ്യാനത്തിന് വേണ്ടി ബൈബിളിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 10 മുതലുള്ള വാക്യങ്ങളാണ്.
അവിടെ പറയുകയാണ്, അവിടെ വയലുകളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു, ആട്ടിടയന്മാർ. അവരുടെ അടുത്തേക്ക് ചെന്ന ദൂതൻ ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ധാരാളം പേര് ഭയത്തിൻ്റെ നിഴലിൽ കഴിയുന്നവരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ പറയുകയാണ്, പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവിടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ഒരു വികാരവും അസ്ഥാനത്തല്ല. ഭയം, ലജ്ജ, കോപം, ഭയം, ലൈംഗിക വികാരം, സന്തോഷം, ഒരു വികാരവും അസ്ഥാനത്തല്ല. ഓരോ വികാരത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. മനസ്സിൽ ദുഃഖം തളം കെട്ടി കിടക്കുമ്പോൾ ഒന്ന് മനസ്സ് തുറന്ന് കരയാൻ സാധിച്ചാൽ, കാർമേഘം പെയ്തിറങ്ങിക്കഴിയുമ്പോൾ മാനം തെളിയുന്നത് പോലെ ആ വ്യക്തിയുടെ മനസ്സിന് ശാന്തത, സമാധാനം കിട്ടുക. നമുക്കൊരു അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ചിലപ്പോൾ ഭയം ഉണ്ടാകുന്നത്. അത് നല്ലതാണ്. പക്ഷേ ആ ഭയത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമുക്ക് ഇവിടെ ബൈബിൾ പറയുന്ന ഭയം എന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തിൽ അപ്പനും മക്കളും പോലെ വാണിരുന്ന കാലം ദൈവവും മനുഷ്യനും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെപ്പോലെ ഓടി വന്ന ആദ്യ മാതാപിതാക്കൾ. അന്നൊരിക്കൽ ദൈവം വന്നപ്പോൾ ഇവരെ കാണാനില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടി അവിടെ കാണാനില്ല. വിളിച്ചപ്പോൾ മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു? ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഭയപ്പെട്ട് ഇവിടെ ഒളിച്ചത്. അപ്പോൾ എപ്പോഴായി ഭയം ആരംഭിച്ചത്? ഇന്നലെ വരെ ഭയമില്ലാത്തവർക്ക് എവിടുന്നാണ് ഈ ഭയം ആരംഭിച്ചത്? ആ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ, പാപം ചെയ്തപ്പോൾ അവരുടെ ഉള്ളിൽ ഭയം ഉടലെടുക്കുക. അതിസ്വാഭാവിക ഭയം. സ്വാഭാവിക ഭയം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് ആവശ്യമാണ്. അതിസ്വാഭാവിക ഭയം. ഇന്ന് ധാരാളം പേര് ഭയത്തിൽ കുടുങ്ങി രോഗികളായി തീരുന്നുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന, ഡോക്ടറെ കാണാൻ വരുന്ന രോഗികളിൽ 65% പേര് മരുന്ന് വേണ്ടവരല്ല. അവർ മനസ്സിൻ്റെ പിരിമുറുക്കം കൊണ്ടാണ് അവർ രോഗികളായി തീരുന്നത്. മനസ്സിൻ്റെ പിരിമുറുക്കത്തിന് 4 കാരണങ്ങളാണ് മനഃശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ട് പറയുന്നത്. ഒന്ന്, അമിതമായ ഉത്കണ്ഠ, നാളെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ. ഇത് മനുഷ്യനെ രോഗിയാക്കി തീർക്കും. അവരെ സ്കാൻ ചെയ്താലും രക്തം പരിശോധിച്ചാലും ഒരു രോഗവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലർ പറയുന്നത് എന്താണ്? വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ കുഴപ്പം കൊണ്ട്. മറ്റു ചിലർ പറയുന്നത് എന്താണ്? ആരോ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ എക്സ്റേ കാണണ്ടേ, ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ കാണണ്ടേ, ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ ആൾ രോഗിയാണ്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം പേര് മനസ്സിൻ്റെ പിരിമുറുക്കം കൊണ്ട് രോഗിയാകുക. ഇത് മനഃശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ കണ്ടെത്തലല്ല, വചനം അത് തന്നെയാണ് പറയുന്നത്. സുഭാഷിതങ്ങൾ 17:22. സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തും. സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്. ഈ 65% രോഗങ്ങൾ, രോഗം വരില്ലെന്ന് പറയുന്നില്ല, മനസ്സിൻ്റെ പിരിമുറുക്കം കൊണ്ടുണ്ടാകുന്ന ഈ 65% രോഗം ഒരു സന്തുഷ്ട ഹൃദയമുള്ള വ്യക്തിയെ വേട്ടയാടില്ല. അപ്പോൾ ഈ സന്തുഷ്ട ഹൃദയത്തിന് എന്താ ചെയ്യേണ്ടത്? ഒന്നതാണ് അമിതമായ ഭയം, ഉത്കണ്ഠ. ഒരു സഹോദരി പറയുക, ഇതെൻ്റെ ബ്രദറെ, ഭർത്താവിൻ്റെ തലവട്ടം, തൃശ്ശൂരുകാരി സഹോദരിയാണ്, ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത്, ആ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഭർത്താവിൻ്റെ തലവട്ടം അങ്ങോട്ട് കാണുമ്പോൾ ഇങ്ങോട്ട് കയറും തീന്നാണ് പറഞ്ഞത് വെയിറ്റെന്ന്. സത്യത്തിൽ പുറത്തുപോയ ഭർത്താവിൻ്റെ ആഗമനത്തിൽ ഒരു ഭാര്യയുടെ ഉള്ളിലുണ്ടാകേണ്ട സന്തോഷമാണ്. പുറത്തുപോയ അപ്പൻ്റെ ആഗമനത്തിൽ മക്കൾക്കുണ്ടാകേണ്ട ആഹ്ലാദമാണ്. ഇന്ന് എത്ര കുടുംബത്തിൽ ഇതുണ്ടാകുന്നുണ്ട്? എത്രയോ കുടുംബത്തിൽ സിംഹം വരുന്നത് പോലെ തൻ്റെ പിതാവ് വരുമ്പോൾ മക്കൾ മാളത്തിൽ കയറുന്ന അവസ്ഥ. മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ഇതിങ്ങനെ പിച്ചി ചീന്താനുള്ളതല്ല, ജീവിക്കാനുള്ളത്, സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാനുള്ളതാണ്. അതിനുള്ള വഴി ബൈബിൾ പറയുന്നുണ്ട്. അത് തേടിയാൽ മതി. ആ സന്തോഷത്തിൻ്റെ വഴി കണ്ടെത്തി കഴിഞ്ഞാൽ ഏത് ധനികനും ഏത് ദരിദ്രനും ഏത് മതത്തിൽപ്പെട്ട ആൾക്കും ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടത്തിൽ, ഈ മാതാപിതാക്കളോട് ചേർന്ന്, ഈ ജീവിത പങ്കാളിയോട് ചേർന്ന്, ഈ സാഹചര്യത്തിൽ തന്നെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള വഴി ദൈവം തുറന്നിട്ടിട്ടുണ്ട്. അത് കണ്ടെത്തിയാൽ മാത്രം മതി. ഇപ്പം ചില വ്യക്തികളെക്കുറിച്ചാകാം, ഭാവിയെക്കുറിച്ചാകാം, ഇങ്ങനെ ഭയത്തിൽ കഴിയുന്ന ധാരാളം പേരെ കാണാൻ പറ്റും. മൂന്നാമത്തതാണ് കുറ്റബോധം. ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് സംഭവിച്ചു, അത് മറച്ചു വെച്ച് ജീവിക്കുക. അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ അത് ഉള്ളിൽ കിടന്ന് തിളച്ച് മറിഞ്ഞ് ഒരിക്കൽ അഗ്നിപർവ്വതം പൊട്ടി ലാവ പുറത്തേക്ക് വരുന്ന സമതല തെറ്റി.
ഇന്ന് മാനസിക രോഗികളായി തീരുന്നതിൽ നല്ലൊരു ശതമാനം പേര് കുറ്റബോധത്തിൻ്റെ ഫലമായിട്ടാണ്. അതിനാണല്ലോ സർവശക്തനായ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമുക്ക് വിശുദ്ധ കുംഭസാരം എന്ന് പറയുന്ന കൂദാശ സ്ഥാപിച്ചു തരാൻ കാരണം അതാ. സ്വർഗത്തിലിരുന്ന് എൻ്റെ പാപം ക്ഷമിക്കാം, പക്ഷേ എൻ്റെ പാപം വഴി എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ കുറ്റബോധം നീക്കം ചെയ്യാനാണ് ഒരു സഹോദരനായ ഒരു പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ തെറ്റ് ഏറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ സ്വരം ഞാനവിടെ കേൾക്കുക. മകനെ, സമാധാനത്തോടെ പോകുക, നിൻ്റെ പാപം ദൈവം ക്ഷമിച്ചിരിക്കുന്നു. അവന് പിന്നെ കുറ്റബോധമില്ല. ഈ ഭാരം പേറി, പാപഭാരം പേറി ധാരാളം പേര് കുറ്റബോധം മൂലവും ധാരാളം പേര് രോഗികളായിത്തീരുന്നു. നാലാമത്തെ പോയിൻ്റാണ് ധാരാളം പേരെ ഈ ഉത്കണ്ഠ, നാളെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ. കൊച്ചു കുട്ടികളെക്കുറിച്ച് പോലും ആ കുട്ടിയെക്കുറിച്ച് ഇപ്പോഴും ഉത്കണ്ഠപ്പെടുക. അവൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിലായിരിക്കും, സ്വഭാവത്തിൻ്റെ കാര്യത്തിലായിരിക്കും, ഈ കുഞ്ഞിൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ച് ഇങ്ങനെ ആവശ്യമില്ലാതെ ഉത്കണ്ഠപ്പെടുന്നവർ. ഈ 4 പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഫലമായിട്ട് മനുഷ്യർ അസ്വസ്ഥരാകുന്നു, മനസ്സിൽ ഭയം കടന്നു വരുന്നു, അവർ രോഗികളായിത്തീരുന്നു. അപ്പം മാലാഖ പറയുകയാണ്, എന്തിനെക്കുറിച്ചാണെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം? അതിൻ്റെ കാരണം നമ്മൾ കണ്ടു. ദൈവത്തിൽ നിന്നുള്ള അകലിച്ച വരുമ്പോൾ, പ്രകാശത്തിൽ നിന്നൊരു വ്യക്തി നീങ്ങുന്നതനുസരിച്ച് ഉള്ളിൽ അന്ധകാരം കടന്നു വരാൻ തുടങ്ങും. അന്ധകാരത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നിഷേധാത്മകമായ എല്ലാ വികാരങ്ങളും. മദ്യ ആസക്തി, ജഡീക ആസക്തി, കോപ ആസക്തി, ധന ആസക്തി, ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രകാശത്തിൻ്റെ അഭാവമാണ് വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി പ്രകാശത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിലേക്ക് അടുക്കും തോറും ഇതെല്ലാം ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങും. അപ്പം ഒരു വ്യക്തിക്ക് ബൈബിൾ പറയുകയാണ്, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നും മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചതാണ്. അപ്പോൾ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ പറ്റുന്ന സംഭവം എന്താ സംഭവിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 17:10-12 വാക്യങ്ങൾ അവിടെ പറയുകയാണ്, തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്. അപ്പോൾ ധാരാളം പേരുടെ മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ള അടിസ്ഥാന കാരണം കതിന് വളം വെച്ചിട്ട് കാര്യമില്ല. തിരുവചനം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യന് സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ എന്ത് ചെയ്യണം അത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മനുഷ്യഹൃദയങ്ങളിൽ എത്തിക്കലാണ്. മാധ്യമങ്ങളായിരുന്നാലും സുവിശേഷ പ്രസംഗമാണെങ്കിലും ഇതിലെഴുതപ്പെട്ട തിരുവചനം ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്ക് എല്ലാം തേടി പിടിച്ച് കണ്ടെത്തി ജീവിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ അവർ വചനപ്രഘോഷത്തിന് കാതു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് വേണ്ടുന്ന സന്ദേശം, എഴുതപ്പെട്ട വചനം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതുവഴി അവർക്ക് വിടുതൽ കിട്ടുന്നു, സ്വാതന്ത്ര്യം കിട്ടുന്നു, സമാധാനം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു, ഐശ്വര്യം ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായം 10-12 വാക്യങ്ങളിൽ തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്. അപ്പോൾ പാപം മനുഷ്യനിൽ ഭീരുത്വം ഉളവാക്കുക ചെയ്യും. എന്താ കാരണം? അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ പോലും പാപത്തെ അവസ്ഥയിലായിരിക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല, പ്രത്യാശ നഷ്ടപ്പെടുക. ഈ പ്രശ്നം എങ്ങനെ തരണം ചെയ്യണം ഉത്തരവില്ല. അപ്പോൾ ധാരാളം പേര് ചിലർ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുക. ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന ആ രക്ഷയെ ഭയം എപ്പോഴും തിരസ്കരിച്ചുകൊണ്ടിരിക്കും. ഏതാ ഈ ആലോചനാശീലം? ദാവീദ് പറയുന്നുണ്ടല്ലോ സങ്കീർത്തനം 3, ഒരു സൈന്യം എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയില്ല, കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇതാണ് അടിസ്ഥാനം. ദൈവചിന്ത വെറുതെ വാഗൊണ്ട് പറയുന്നതല്ല. ഈ ഒരു ബോധ്യം കിട്ടിയാൽ പിന്നെ ആ വ്യക്തിക്ക് ഭയത്തിന് സ്ഥാനമില്ല. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം 34:4 പറയുന്നത്, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. മുത്തശ്ശി കഥയിലെ ഏതോ കെട്ടുകഥയിലെ പിശാചിനെക്കുറിച്ചോ, വീടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചോ, ആരോ എന്തോ ചെയ്യുന്നതിനെക്കുറിച്ചോ, നിന്നെ ഞാൻ കണ്ടോളാം എന്നാരോ ഭീഷണി മുടക്കിയതിനെക്കുറിച്ചോ, ആളുടെ ഭീഷണിയെക്കുറിച്ച്, എന്തിനെക്കുറിച്ചുള്ള ഭയമാണെങ്കിലും ഞാൻ കർത്താവിനെ തേടി സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഒരുക്ക ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഭയപ്പെടേണ്ട. ദൈവം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭയം എന്തിനെക്കുറിച്ചാണെങ്കിലും അതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്താ കാരണം? ഈ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞവൻ ആ വിഷയത്തിൽ ഇടപെടുന്ന അതിൻ്റെ അർത്ഥം. അത് സാമ്പത്തികമായിട്ടാകാം, കുഞ്ഞുങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ളതാകാം, ഒരുപക്ഷെ രോഗത്തെക്കുറിച്ചുള്ളതാകാം. ഈ ഭയം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ ദൈവം ഇതിൽ നിശ്ചയമായി ഇടപെടുന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഹല്ലേലൂയ. വീണ്ടും ദൂതൻ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 ദൂതൻ പറയാണ്, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
ഇതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. സകല ജനത്തിനും വേണ്ടിയുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിക്കുകയാണ് യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, ഞാനാണെങ്കിൽ ഒരു മറ്റു മതത്തിലാണ് ജനിച്ചത്, ഇത് എനിക്ക് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇത് പലസ്തീനയിലാണ് ജനിച്ചത്, ഇത് അവർക്ക് വേണ്ടിയുള്ളത്, ഞാനൊരു ഇന്ത്യക്കാരനാണ്, എനിക്ക് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ ഇത് 2000 വർഷം മുൻപ് നടന്നൊരു സംഭവമാണ്, നമുക്ക് ബാധകമല്ല. അല്ല, സകല ജനത്തിനും വേണ്ടിയുള്ള, അത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് അവസ്ഥയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും. ഞങ്ങൾ ഉത്തരേന്ത്യയിലൊരു ധ്യാനം നടത്തുന്ന സമയത്ത് 4000-ൽ പരം ആൾക്കാർ അവിടുത്തെ ജനങ്ങളാണ്. അന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചായിരുന്നു സംസാരിക്കുന്നത് ബൈബിളിൽ നിന്ന്. ആ ദൈവം പാപിയെ തേടി വന്ന ദൈവത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചപ്പോൾ നിറമിഴികളോടുകൂടി ഇരുന്ന് അവരാ വചനം കേൾക്കുന്നത് കാണാൻ പറ്റി. ആ ധ്യാനത്തിൻ്റെ ഒരു ദിവസം 2 ദിവസം പിന്നിട്ടപ്പോൾ സ്റ്റേജിൻ്റെ പിന്നിൽ വന്ന് പലരും പറയുകയാണ്, ഈ ദൈവത്തെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ഇന്ന് വരെ കേട്ടിരിക്കുന്നത് പാപിയെ ശിക്ഷിക്കുന്ന, നശിപ്പിക്കുന്ന, പിച്ചി ചീന്തുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഈ പാപിയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ജീവൻ ബലി കൊടുത്തൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾക്ക് വേണം. ബറേലി സെൻട്രൽ ജയിലിൽ ഞങ്ങൾക്കൊരു ചെറിയ അവസരം കിട്ടി. അപ്പോൾ അവിടെ ഞങ്ങളെ പരിചയമില്ല. അവിടുത്തെ ജയിൽ സൂപ്രണ്ട് ഒരു 10-20 പേരെ, യുവാക്കന്മാരെ ചെറിയൊരു ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഉള്ള സമയം മിലിറ്ററിയിലുണ്ടായിരുന്നതുകൊണ്ട് ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് അവരോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ റിപ്പോർട്ട് ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവർ ജയിലിൽ പലരും വരുന്നു, പല പരിപാടിയും നടത്തി പോകുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടിയായിട്ട് അവർ കണ്ടത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു, ഇവിടെ നടന്ന മറ്റു പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ ഈ പ്രോഗ്രാം ഈ ജയിൽവാസികൾക്ക് ഒത്തിരി ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് പോരാൻ തുടങ്ങുമ്പോൾ ജയിൽ സൂപ്രണ്ട് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങളെ വിളിക്കുന്നൊന്ന് ജയിൽ സൂപ്രണ്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരു ശർമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 3000-ൽ പരം ഈ സെൻട്രൽ ജയിലിൽ തടവുകാർ കിടപ്പുണ്ട്. ഇവിടെ പലരും പരിപാടി നടത്തുന്നു, അതൊന്നും ആർക്കും ഒരു ഉപകാരപ്പെടുന്ന പരിപാടിയായിട്ട് തോന്നിയില്ല. നിങ്ങളിവിടെ നടത്തിയ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് എനിക്ക് നല്ല റിപ്പോർട്ടാണ് കിട്ടിയത്. ഈ ജയിലിൻ്റെ കമ്പി അഴികൾക്കോ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും ഇവരുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും അവരിൽ ചലനം സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് സാധിക്കൂ. ഒരിക്കലും ഞങ്ങൾ ഈ 10,000-3000 പേരെ ഒരുമിച്ച് കൂട്ടാറില്ല. ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുക. നിങ്ങൾ സമയം തരികയാണെങ്കിൽ കൊലപ്പള്ളികൾ ഉൾപ്പെടെ ഈ ജയിലിൽ കിടക്കുന്ന 3000 തടവുകാരെ നിങ്ങളുടെ മുമ്പിൽ വിട്ടുതരാം, നിങ്ങൾ അവരോട് സംസാരിക്കാൻ. അപ്പം പ്രാർത്ഥിച്ചു, കർത്താവ് എന്താണ് ഈ കിട്ടുന്ന അവസരത്തിൽ എന്താണ് ഇവരോട് പറയേണ്ടത്? ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അവർ എവിടെ തുടങ്ങണം? ചുരുങ്ങിയ സമയം ഞങ്ങൾക്കുള്ളൂ. ഈശോ പറഞ്ഞ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുക എന്നാണ് പറഞ്ഞു. ആ ജനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രത്യേകമാം വിധം ഒരുപക്ഷെ നയിച്ചതാകാം, അല്ലെങ്കിൽ അവർ തകർന്ന ഹൃദയത്തിൻ്റെ ഉടമകളാകാം. ഇവിടെ പ്രസംഗിക്കുന്ന 10 മണിക്കൂർ പ്രസംഗിക്കുന്ന 10 മിനിറ്റ് അവിടെ പ്രസംഗിച്ചാൽ മതി. കാരണം അവരുടെ അവസ്ഥയത് ഒരു 95% പേരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകുന്ന കണ്ടു. അത് ശിക്ഷയെക്കുറിച്ച് ഭയന്നിട്ടുള്ള കണ്ണുനീർത്തുള്ളി ആയിരുന്നില്ല. ദൈവസ്നേഹം അവരെ സ്പർശിച്ചപ്പോൾ പറഞ്ഞില്ലേ, അവൻ വചനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ എന്നാ എമ്മാനുസിലേക്ക് പോയി ശിഷ്യന്മാർ പറഞ്ഞത്. ഈ ജ്വലനമാണ് അവരുടെ കണ്ണിലൂടെ ഈ കണ്ണുനീരായിട്ട് ഒഴുകിയത്. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഈ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പോയാൽ അവരെല്ലാം വിശുദ്ധരാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും പലരുടെയും ജീവിതത്തിൽ വഴിത്തിരിവാക്കാൻ ആ വചനത്തിന് ശക്തിയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു വന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ളത്. സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ക്രിസ്ത്യാനിയെ സൃഷ്ടിക്കാമെന്നോ ഹിന്ദുവിനെ സൃഷ്ടിക്കാമെന്നോ യഹൂദനെ സൃഷ്ടിക്കാമെന്നോ പറഞ്ഞതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി 1:27 നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവിടെ മതമൊന്നും പറയുന്നില്ല, അവിടെ മതമൊന്നും വരുന്നുമില്ല, അതൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് പറയും, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പം ദൈവത്തിൻ്റെ ഛായ സാദൃശ്യം എന്ന് പറയുന്നത് ബാഹ്യരൂപമല്ല. അതിൻ്റെ ഇണവാക്യം കിടക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 2 23-24 വാക്യങ്ങളിലാണ്. ഉൽപ്പത്തി 1:27 ഇണവാക്യം കിടക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങളിലാണ്. അവിടെ പറയുകയാണ്, ദൈവം തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ, തൻ്റെ അനശ്വരതയുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ ഛായ. മൃഗങ്ങൾക്ക് ശരീരമുണ്ട്, ജീവനുണ്ട്, പക്ഷേ ആത്മാവില്ല, അത് ചത്താൽ തീർന്നു. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, അവനെ അനശ്വരതനായിട്ടാണ് സൃഷ്ടിച്ചത്.
അവൻ ദൈവം എന്നെന്നും നിലനിൽക്കുന്ന പോലെ എന്നെന്നും നിലനിൽക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. അതിൻ്റെ താഴെ അടുത്ത വചനം പറയുകയാണ്, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. അപ്പം ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ മനുഷ്യർ പാപം ചെയ്തപ്പോൾ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യാവതാരം എടുത്തവനാണ് ക്രിസ്തു. ഇതാണ് സുവിശേഷം, ഇതാണ് സദ്വാർത്ത. അപ്പം നിർഭാഗ്യവശാൽ എവിടുന്നോ കിട്ടിയ തെറ്റായ അറിവ് കൊണ്ട് അത് ഹിന്ദുക്കളുടെ ദൈവം, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം, അത് മുസൽമാൻ്റെ ദൈവം എന്നും പറഞ്ഞ് മതത്തിൻ്റെ മതിൽ കെട്ടുപിടി ഉയർന്നു. എളുപ്പത്തിൽ സിംഹാസനത്തിൽ കയറി നാട് ഭരിക്കാൻ, സിംഹാസനം കയ്യേറാൻ പറ്റിയ ഒരു ചവിട്ടുപടിയാണ് മതം. മതങ്ങളെ ചവിട്ടുപടിയാക്കി എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ കുറുക്കു വഴിയിലൂടെ സിംഹാസനത്തിലെത്താൻ പറ്റും. അപ്പം മതങ്ങളെ തമ്മിലടിപ്പിച്ച് ഇലക്ഷനിൽ ജയിക്കാനുള്ള സംവിധാനം ചില സ്ഥലത്ത് നടക്കുമ്പോൾ അത് മതവിദ്വേഷവും സ്പർദ്ധയും കൊള്ളയും കൊലയുമായിട്ട് നടക്കുന്നു. പക്ഷെ ദൈവ സ്വപ്നത്തിൽ പോലും കണ്ട കാര്യമല്ല ഇത്. അപ്പം ശരിയായ അറിവില്ലാത്തതുകൊണ്ട് അതാണ് ഈശോ പറഞ്ഞത്, അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴി ചെന്ന് ചാടും. അപ്പോൾ ഈ അന്ധൻ്റെ തലയിലിരിക്കുന്ന ആശയം എന്താണ്? മതത്തിൻ്റെ പേരിൽ അന്യമതത്തിൽപ്പെട്ട വ്യക്തിയെ കൊന്നാൽ അത് ദൈവത്തിന് വലിയ സന്തോഷമാകുമെന്ന് കരുതി കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് തെറ്റായ അറിവ് കിടക്കുക അവരുടെ മനസ്സിൽ. അപ്പോൾ അവർ പാപം ചെയ്യുന്നുള്ള ചിന്തയോടെ അല്ല ചെയ്യുന്നു. ഈ സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ മോശപ്പെട്ടവനല്ല, മതകാര്യങ്ങളിൽ വളരെ കർക്കശമായിട്ട് നിയമം പാലിക്കുന്ന മനുഷ്യനാണ്. അന്നത്തെ വലിയ ദൈവശാസ്ത്ര പണ്ഡിതനാണ് ഗമാലിയലിൻ്റെ പാദങ്ങളിലിരുന്ന് വചനത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു. പക്ഷെ അറിയേണ്ടത് അറിഞ്ഞില്ല, ഈ ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞില്ല. ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ എവിടെയുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുന്നത് ഒരു ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു വലിയ കാര്യമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ ഏകദേശം ജെറുസലേമിലുള്ള ക്രിസ്ത്യാനികളൊക്കെ നശിപ്പിച്ചപ്പോഴാണ് ദമാസ്കസിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങോട്ട് പോകുക. ആ പോകുന്ന വഴിക്കാണ് ഒരു ദർശനമുണ്ടാകുന്നു, ഒരു ചോദ്യം, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? Who are you? I am Jesus, whom you are persecuting. Get up. ഈ തിരുവചനം പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതിന് ശേഷം ഇന്ന് ഈ വർഗീയവാദികൾ, ഈ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നവരോട് എനിക്കൊരിക്കൽ പോലും ഉള്ളിൽ വെറുപ്പ് തോന്നിയിട്ടില്ല. ഒരയ്ക്ക് വെറുപ്പ് തോന്നിയായിരുന്നു. അത് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ സന്ദേശം കർത്താവ് തന്നത്. അവരെന്തുകൊണ്ട് ചെയ്യുന്നു അറിയില്ല. അപ്പോൾ എൻ്റെ കടമ എന്താണ്? കുരിശിൽ കടന്ന് ഈശോ പഠിപ്പിച്ച, പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ ആ സ്തേഫാനോസ് പ്രാർത്ഥിച്ചതാണ്. അവസാനം കല്ലേറ് കൊണ്ട് മരിക്കുന്ന സമയത്ത് സ്തേഫാനോസിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, പറ്റിയ ആഗ്രഹമുള്ള കർത്താവേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയില്ല, ഇവരോട് ക്ഷമിക്കണം, എൻ്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് സംഭവിക്കുന്ന അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിലാണ്. ഈ പ്രാർത്ഥനയുടെ ഉത്തരം 7-ാം അധ്യായത്തിലാണ്. ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അപ്പസ്തോല പ്രവർത്തനം 9-ൽ സാവൂളിനോട് ദൈവം ചോദിക്കുന്നു. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം ഇത്. ആ സ്തേഫാനോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്നിരിക്കട്ടെ, കർത്താവെ, നിരപരാധിയായി എന്നെ ഇവർ കല്ലെറിഞ്ഞ് കൊല്ലുന്നു, ഇതിന് നീ പ്രതികാരം ചെയ്യണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു വിശുദ്ധ പൗലോസ് ഇന്ന് സഭയ്ക്കുണ്ടാകില്ല. സ്തേഫാനോസ് പറഞ്ഞത് ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം, എൻ്റെ അവസാനത്തെ അന്തിമ അഭിലാഷം ഇതാണ്. ഇത് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനം 7-ൻ്റെ അവസാന ഭാഗത്താണെങ്കിൽ 8-ാം അധ്യായം കടന്നു പോകുന്നു. 9-ാം അധ്യായത്തിൽ ഈ സാവൂളിനോട് ദൈവം ചോദിക്കുകയാണ്, സാവൂൾ സാവൂൾ, നീ എന്തിനാണ് പീഡിപ്പിക്കുന്നത്? നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന നസറായന യേശുവാണ് ഞാൻ. അതിനുശേഷം അദ്ദേഹം അനനിയാസ് കൈവച്ച് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു, ദൈവസ്നേഹം കൊണ്ട് നിറയുന്നു. അങ്ങനെ അദ്ദേഹം താൻ പീഡിപ്പിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച സഭയെ പടുത്തുയർത്താൻ വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചു റോമിൽ വെച്ച് രക്തസാക്ഷിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സകല ജനത്തിനു വേണ്ടിയുള്ളതാണ്. ഇനി കുറച്ച് ഭൗതിക സമ്പത്തുണ്ട്, കുറച്ച് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പറയാൻ പറ്റുമോ എനിക്ക് ക്രിസ്തുവിനെ ആവശ്യമില്ല? അപ്പോൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയും, ധനികനോ ദരിദ്രനോ പണ്ഡിതനോ പാമരനോ, ക്രിസ്തു എല്ലാവർക്കും ആവശ്യമാണ്. പ്രാണവായു എല്ലാ മൃഗങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും പ്രാണവായു ആവശ്യമായി ഇരിക്കുന്നത് പോലെ തന്നെ ഈ ലോകരക്ഷകനായിരിക്കുന്ന മിശിഹ ദൈവിക പദ്ധതിയാണ്. ഈ ക്രിസ്തു എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് മാലാഖ പറഞ്ഞത്, നിങ്ങളൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സകല ജനത്തിനും വേണ്ടിയുള്ള, ധനികനോ ദരിദ്രനോ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ, സകല ജനത്തിനും വേണ്ടിയുള്ള. അടുത്ത വചനം പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ധ്യാനിക്കും. എങ്ങനെയാണ് ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത? ഇപ്പോൾ ഈ 2 പോയിൻ്റ് മനസ്സിലാക്കുക.
നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വലിയ കാതലായ ഒരു സന്ദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാലാഖ വന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ഭയം കടന്നു വരുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയിൽ നിന്നാണ് ഭയം കടന്നു വരുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ദാവീദിനെ പോലെ പറയാൻ പറ്റും, ഒരു സൈന്യം, ഞാൻ ഒറ്റയ്ക്കാണ്, ഒരു വലിയ സൈന്യം എനിക്കെതിരെ നിലകൊണ്ടാലും, വീട്ടുകാരെല്ലാം എനിക്കെതിരായി നിലകൊണ്ടാലും, അമ്മായിയപ്പനും അമ്മായിമ്മയും മരുമകൾക്കെതിരെ നിലകൊണ്ടാലും, പിന്നെ എന്നെ ആശ്വസിപ്പിക്കേണ്ടത് എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടിയ ഭർത്താവാണ്, അദ്ദേഹവും മാതാപിതാക്കളുടെ പക്ഷത്താണ്, ഇനി ചത്താലോ എന്ന് ഞാൻ ചിന്തിക്കുക, ചാകണ്ട. ഒരു സൈന്യം നിനക്കെതിരെ പാളയം അടിച്ചാൽ നീ ഒറ്റയ്ക്കല്ല, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആ ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതത്തിന് ഒരു നല്ല നിറം കിട്ടുന്നത്. ഈ ബോധ്യം പാപം വഴി നഷ്ടപ്പെടുമ്പോഴാണ് ആത്മഹത്യയും നിരാശയും ചത്തതിന് തുല്യമുള്ള ജീവിതം ജീവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഭയപ്പെടേണ്ട, ഈ രക്ഷ ഏത് പാപിക്കും പുണ്യവാനും ഉള്ളതാണ്, സകല ജനത്തിനും വേണ്ടിയുള്ളത്. ഇങ്ങനെ നമ്മൾ ഈ ക്രിസ്മസ് സന്ദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പിന്നിട്ട നാളുകളിലെ ക്രിസ്മസിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ പറ്റും. അതിന് വ്യത്യസ്തമായി പുതുവർഷത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിന് പുതിയ അനുഭവം തരാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.